എനിക്ക് ധാരണയില്ലാത്ത എൻ്റെ നാളുകൾക്ക് മുമ്പിൽ, എൻ്റെ ഉത്കണ്ഠകൾക്ക് മുമ്പിൽ നീ എന്നെ നടത്തണമേ. കർത്താവേ, എൻ്റെ സംശയങ്ങളുടെ രാത്രിയിൽ നീ എനിക്ക് നക്ഷത്രമാകണമേ. എൻ്റെ അംബീഷൻസ് ചില കൊട്ടാരങ്ങളിലേക്ക് എന്നെ വഴിതെറ്റിക്കേറ്റുമ്പോൾ നേർവഴിക്കു നയിക്കുന്ന നക്ഷത്രമാകണമേ. കർത്താവേ, എൻ്റെ പാതയിൽ വെളിച്ചമായി നീ എന്നും തെളിയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൂദയായിലെ ഏറ്റവും ചെറിയ ഇടമാണ് ബെത്ലഹേം. ലോകം മുഴുവനും മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ എളിമയുള്ള കുന്നിൻ പ്രദേശം മിശിഹായുടെ മനുഷ്യാവതാരത്തിനുള്ള വേദിയായി മാറുമെന്നും ആരും സങ്കല്പിച്ചിട്ടുണ്ടാവുകയില്ല. ജെറുസലേമിലെ തിരക്കേറിയ കൊട്ടാരങ്ങളിൽ നിന്നും അകലെ ഒരു വയലിന്റെ ശാന്തമായ മടക്കുകളിൽ ഒരു ഭൂപടത്തിലും പ്രത്യക്ഷപ്പെടാത്ത ഒരു സ്ഥലം ദൈവപുത്രൻ ജനിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾ പലപ്പോഴും ചരിത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത കോണുകളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ മിശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട് തൊഴുത്ത്, പുൽത്തൊട്ടി തുടങ്ങിയ നിസ്സാര വാക്കുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. താഴ്ന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മെ കണ്ടുമുട്ടുന്നു. മനുഷ്യന്റെ ശക്തി ഏറ്റവും ദുർബലമായെടുത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുമെന്ന തിരുവെഴുത്ത് ഇതാ ആവർത്തിച്ചു കാണിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ.